ഹലോ, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് പുതുതായി നടപ്പിലാക്കിയ പദ്ധതികളെ കുറിച്ചിട്ടാണ്. സോ വീഡിയോ യൂസ്ഫുൾ ആയാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടോപ്പിക്കിലേക്ക് കടക്കാം. കേരളത്തിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കാൻ സർക്കാർ ആരംഭിക്കുന്ന പദ്ധതി. കേരളത്തിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കാൻ സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയാണ് പ്രിയദർശിനി. അപ്പോൾ എന്താണ് പ്രിയദർശിനി പദ്ധതി എന്ന് പറയുന്നത്? നമ്മുടെ കേരളത്തിലെ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും ഒക്കെ KSRTC ബസ്സിൽ സൗജന്യ യാത്ര. കേരളത്തിൽ പലിശക്കാർക്കെതിരെ പോലീസ് നടത്തിയ പരിശോധന. നമ്മുടെ കേരളത്തിൽ പലിശക്കാർക്കെതിരെ പോലീസ് നടത്തിയ പരിശോധന അറിയപ്പെടുന്ന പേരാണ് ഓപ്പറേഷൻ ഷെർലോക്ക് 2. ആരോഗ്യ സേവനങ്ങൾ പുനരുജ്ജീവിപ്പിക്കുന്നതിനായി കേരള സംസ്ഥാനം വ്യാപകമായി നടത്തുന്ന പൊതുജന സമ്പർക്ക സംരംഭം. ആരോഗ്യ സേവനങ്ങളൊക്കെ പുനരുജ്ജീവിപ്പിക്കുന്നതിനായി കേരള സംസ്ഥാനം വ്യാപകമായി നടത്തുന്ന പൊതുജന സമ്പർക്ക സംരംഭമാണ് കായകൽപ്പം. അപ്പം കായകൽപ്പം എന്ന സംരംഭത്തിന്റെ ലക്ഷ്യം എന്താണ്? ആരോഗ്യ സേവനങ്ങൾക്ക് പുനരുജ്ജീവിപ്പിക്കുക. കേരളത്തിലെ ക്യാൻസർ രോഗികൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കുന്ന പദ്ധതി. കേരളത്തിലെ ക്യാൻസർ രോഗികൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കുന്ന പദ്ധതി ആണ് ഹാപ്പി ലോങ് ലൈഫ് പദ്ധതി. അപ്പം എന്താണ് ഹാപ്പി ലോങ് ലൈഫ് പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്? കേരളത്തിലെ ക്യാൻസർ രോഗികൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര. ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുടെ സുരക്ഷയ്ക്കായി ആരംഭിച്ച പദ്ധതി. ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുടെ സുരക്ഷയ്ക്കായി ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ രക്ഷിത. സഹകരണ സംഘങ്ങൾ, ബാങ്കുകൾ എന്നിവയിൽ നിന്ന് വായ്പയെടുത്ത് കുടിശ്ശികയായവർക്ക് ആശ്വാസമായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന ഒറ്റ തീർപ്പാക്കൽ പദ്ധതി. സഹകരണ സംഘങ്ങൾ, ബാങ്കുകൾ എന്നിവയിൽ നിന്ന് വായ്പയെടുത്ത് കുടിശ്ശികയായവർക്ക് ആശ്വാസമായി കേരള സർക്കാർ നടപ്പാക്കുന്ന ഒറ്റ തീർപ്പാക്കൽ പദ്ധതിയാണ് ആശ്വാസ് 2026. അപ്പം എന്താണ് ആശ്വാസ് 2026 എന്ന് പറയുന്നത്? ബാങ്കുകളിൽ നിന്നും സഹകരണ സംഘങ്ങളിൽ നിന്നൊക്കെ ലോൺ എടുത്തിട്ട് കുടിശ്ശികയായവർക്ക് ആശ്വാസമായിട്ട് കേരള സർക്കാർ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണിത്. എന്ന് വെച്ചാൽ ഒറ്റ തീർപ്പാക്കൽ പദ്ധതിയാണെന്നും കൂടി ഓർത്തിരിക്കുക. യുവതലമുറയിൽ കൃഷിയെക്കുറിച്ചും ശാസ്ത്രീയ കൃഷിരീതികളെക്കുറിച്ചും അവബോധം വളർത്തുന്നതിനായി കൃഷി വകുപ്പ് പൊതുവിദ്യാഭ്യാസ വകുപ്പുമായി സഹകരിച്ച് സ്കൂളുകളിൽ ആരംഭിച്ച കാർഷിക ക്ലബ് അറിയപ്പെടുന്നത്. യുവതലമുറയിൽ കൃഷിയെക്കുറിച്ചും ശാസ്ത്രീയ കൃഷിരീതികളെക്കുറിച്ചും അവബോധം വളർത്തുന്നതിനായി കൃഷി വകുപ്പ് പൊതുവിദ്യാഭ്യാസ വകുപ്പുമായി സഹകരിച്ച് സ്കൂളുകളിൽ ആരംഭിച്ച കാർഷിക ക്ലബ് അറിയപ്പെടുന്നതാണ് കതിർ. അപ്പം എന്താണ് കതിർ എന്ന് പറയുന്നത്? യുവതലമുറയിലൊക്കെ കൃഷിയെക്കുറിച്ചിട്ടും നമ്മുടെ ശാസ്ത്രീയ കൃഷിരീതികളൊക്കെ കുറിച്ചിട്ടും അവബോധം വളർത്തുന്നതിന് വേണ്ടിയിട്ട് ആരംഭിച്ചതാണ്. ഇത് ആരംഭിച്ചതെന്ന് വെച്ചാൽ കൃഷി വകുപ്പും പൊതുവിദ്യാഭ്യാസ വകുപ്പും ഒക്കെ കൂടി സഹകരിച്ചിട്ടാണ് സ്കൂളുകളിലാണ് ഇത് ആരംഭിച്ചതെന്നും കൂടി ഓർത്തിരിക്കുക. കതിറിൻ്റെ പൂർണ്ണരൂപമാണ് കേരള അഗ്രികൾച്ചർ ടെക്നോളജി ഹെറിറ്റേജ് ആൻഡ് ഇന്നൊവേഷൻ ഫോർ റൂറൽ അണ്ടർസ്റ്റാൻഡിംഗ്. കേരള അഗ്രികൾച്ചർ ടെക്നോളജി ഹെറിറ്റേജ് ആൻഡ് ഇന്നൊവേഷൻ ഫോർ റൂറൽ അണ്ടർസ്റ്റാൻഡിംഗ്. ആൻറ്റി മൈക്രോബിയൽ എന്ന വിഷയത്തിൽ പൊതുജന അവബോധം സൃഷ്ടിക്കുന്നതിനായി ആലപ്പുഴ ജില്ലയിൽ നടപ്പിലാക്കിയതും എന്നാൽ ദേശീയ തലത്തിൽ ശ്രദ്ധ നേടുകയും ചെയ്ത മാതൃകാ പദ്ധതി. ആൻറ്റി മൈക്രോബിയൽ എന്ന വിഷയത്തിൽ പൊതുജന അവബോധം സൃഷ്ടിക്കുന്നതിനായി ആലപ്പുഴ ജില്ലയിൽ നടപ്പിലാക്കിയതും എന്നാൽ ദേശീയ തലത്തിൽ ശ്രദ്ധ നേടുകയും ചെയ്ത മാതൃകാ പദ്ധതിയാണ് അമരം. അപ്പം എന്താണ് അമരത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്? നമ്മുടെ ആൻറ്റി മൈക്രോബിയൽ എന്ന വിഷയത്തിൽ പൊതുജനങ്ങൾക്ക് അവബോധം നൽകുന്നതിന് വേണ്ടിയിട്ടൊക്കെ ആരംഭിച്ചൊരു പദ്ധതിയായിരുന്നു ഇത്. ഇത് ആലപ്പുഴ ജില്ലയിലായിരുന്നു നടപ്പിലാക്കിയത്. അമരത്തിൻ്റെ പൂർണ്ണ രൂപമാണ് ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് അവയർനെസ് ആൻഡ് മിറ്റിഗേഷൻ പ്രോഗ്രാം. ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് അവയർനെസ് ആൻഡ് മിറ്റിഗേഷൻ പ്രോഗ്രാം. ലഹരി മാഫിയയെയും മയക്കുമരുന്നു വ്യാപനത്തെയും അടിച്ചമർത്തുന്നതിനായി കേരള പോലീസ് ആവിഷ്കരിച്ച പുതിയ പദ്ധതി. ലഹരി മാഫിയയെയും മയക്കുമരുന്നു വ്യാപനത്തെയും അടിച്ചമർത്തുന്നതിനായി കേരള പോലീസ് ആവിഷ്കരിച്ച പുതിയ പദ്ധതിയാണ് ഓപ്പറേഷൻ തൂഫാൻ ദി നർക്കോ ഹണ്ട്. അപ്പം എന്താണ് ഓപ്പറേഷൻ തൂഫാൻ ദി നർക്കോ ഹണ്ട് എന്ന് പറയുന്നത്? നമ്മുടെ ലഹരി മാഫിയയെയും മയക്കുമരുന്ന് വ്യാപനത്തെയൊക്കെ അടിച്ചമർത്തുന്നതിന് വേണ്ടി നമ്മുടെ കേരള പോലീസ് ആവിഷ്കരിച്ച ഒരു പുതിയ പദ്ധതിയാണ്. കേരള സർക്കാർ സംവിധാനങ്ങളിൽ നിന്നും പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നും അഴിമതി പൂർണ്ണമായി ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി വിജിലൻസ് നടപ്പിലാക്കുന്ന പദ്ധതി. കേരള സർക്കാർ സംവിധാനങ്ങളിൽ നിന്നും പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നും അഴിമതി പൂർണ്ണമായി ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി വിജിലൻസ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഓപ്പറേഷൻ സീറോ.
അപ്പോൾ എന്താണ് ഓപ്പറേഷൻ സീറോയുടെ ലക്ഷ്യം എന്ന് വെച്ചാൽ നമ്മുടെ സംസ്ഥാന സർക്കാർ സംവിധാനങ്ങളിൽ നിന്നും പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ എന്താണ് അഴിമതി ഇല്ലാതാക്കുക എന്നതായിരുന്നു ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. സൈബർ ഭീഷണികളിൽ നിന്നും ഉള്ള സംരക്ഷണത്തെക്കുറിച്ച് വിദ്യാർത്ഥികളിൽ അവബോധം വളർത്താൻ കേരള പോലീസ് ആരംഭിച്ച പ്രോജക്റ്റ്. സൈബർ ഭീഷണികളിൽ നിന്നുള്ള സംരക്ഷണത്തെക്കുറിച്ച് വിദ്യാർത്ഥികളിൽ അവബോധം വളർത്താൻ കേരള പോലീസ് ആരംഭിച്ച പ്രോജക്റ്റാണ് കിഡ് ഗ്ലോ പ്രോജക്റ്റ്. അപ്പോൾ എന്താണ് കിഡ് ഗ്ലോ പ്രോജക്റ്റിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്? സൈബർ ഭീഷണികളിൽ നിന്നൊക്കെ എന്തായിരിക്കുമുള്ള സംരക്ഷണത്തെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് അവബോധം നൽകുക. പോലീസ് സൈബർ ഡോമിൻ്റെ കിഡ് ഗ്ലോ പദ്ധതിയുടെ ഭാഗമായി സൈബർ സുരക്ഷയും കുട്ടികളുടെ മാനസികാരോഗ്യവും ഉറപ്പാക്കാനുള്ള പോലീസിൻ്റെ പുതിയ പദ്ധതി. പോലീസ് സൈബർ ഡോമിൻ്റെ കിഡ് ഗ്ലോ പദ്ധതിയുടെ ഭാഗമായി സൈബർ സുരക്ഷയും കുട്ടികളുടെ മാനസികാരോഗ്യവും ഉറപ്പാക്കാനുള്ള പോലീസിൻ്റെ പുതിയ പദ്ധതിയാണ് ഫാമിലി കണക്ട്. ഇപ്പോൾ എന്താണ് ഫാമിലി കണക്ട് എന്ന് പറയുന്നത്? നമ്മുടെ സൈബർ സുരക്ഷയ്ക്കും കുട്ടികളുടെ മാനസികാരോഗ്യമൊക്കെ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പോലീസിൻ്റെ പുതിയ പദ്ധതിയാണിത്. ഇത് നമ്മുടെ കിഡ് ഗ്ലോ പദ്ധതിയുടെ ഭാഗമാണെന്നും കൂടി ഓർത്തിരിക്കുക. കേരളത്തിലെ സ്ത്രീകളുടെ സൂക്ഷ്മ സംരംഭങ്ങളെ കൂടുതൽ പ്രവർത്തനക്ഷമവും ലാഭകരവുമാക്കുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ രൂപം നൽകുന്ന ക്യാമ്പയിൻ. കേരളത്തിലെ സ്ത്രീകളുടെ സൂക്ഷ്മ സംരംഭങ്ങളെ കൂടുതൽ പ്രവർത്തനക്ഷമവും ലാഭകരവുമാക്കുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ രൂപം നൽകുന്ന ക്യാമ്പയിനാണ് പുനർജനി. എന്താണ് പുനർജനി എന്ന് പറയുന്നത്? നമ്മുടെ കേരളത്തിലെ സ്ത്രീകളിലേക്ക് സൂക്ഷ്മ സംരംഭങ്ങളെ അതിനെ ലാഭകരമാക്കുക അല്ലെങ്കിൽ അതിനെ പ്രവർത്തനക്ഷമമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ചതായിരുന്നു ഇത് ആരംഭിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ കുടുംബശ്രീ ആണെന്നും കൂടി ഓർത്തിരിക്കുക. ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകുന്നതിനായി ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് നടപ്പിലാക്കുന്ന പുതിയ സംവിധാനം. ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകുന്നതിനായി ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് നടപ്പിലാക്കുന്ന പുതിയ സംവിധാനമാണ് പെർസെന്റൈൽ ത്രെഷ്ഹോൾഡ് സംവിധാനം. എന്താണ് ഇപ്പോൾ പെർസെന്റൈൽ ത്രെഷ്ഹോൾഡ് സംവിധാനം എന്ന് പറയുന്നത്? ഉഷ്ണതരംഗങ്ങളെയൊക്കെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കാലാവസ്ഥാ വകുപ്പ് നടപ്പിലാക്കുന്ന ഒരു പുതിയ സംവിധാനമാണ് പെർസെന്റൈൽ ത്രെഷ്ഹോൾഡ് സംവിധാനം. കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ കാർഷിക ആനുകൂല്യങ്ങൾ കാലതാമസമില്ലാതെ കർഷകരിലേക്ക് എത്തിക്കുന്നതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതി. കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ കാർഷിക ആനുകൂല്യങ്ങൾ കാലതാമസമില്ലാതെ കർഷകരിലേക്ക് എത്തിക്കുന്നതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അഗ്രിസ്റ്റാർ കർഷക രജിസ്ട്രി. അപ്പോൾ എന്താണ് അഗ്രിസ്റ്റാർ കർഷക രജിസ്ട്രി എന്ന് പറയുന്നത്? നമ്മുടെ കാർഷിക ആനുകൂല്യങ്ങളൊക്കെ കാലതാമസമില്ലാതെ കർഷകരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ്. കേന്ദ്രവും സംസ്ഥാനവും കൂടെ സംയുക്തമായിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത്. പട്ടികജാതി സമൂഹങ്ങളുടെ സാമൂഹ്യ സാമ്പത്തിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയം നടപ്പിലാക്കുന്ന കേന്ദ്ര സ്പോൺസർഷിപ്പ് പദ്ധതി. പട്ടികജാതി സമൂഹങ്ങളുടെ സാമൂഹ്യ സാമ്പത്തിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയം നടപ്പിലാക്കുന്ന കേന്ദ്ര സ്പോൺസർഷിപ്പ് പദ്ധതിയാണ് PM അജയ്. അപ്പോൾ എന്താണ് PM അജയ് എന്ന് പറയുന്നത്? പട്ടികജാതി സമൂഹങ്ങളുടെ സാമ്പത്തികവും അവരുടെ സാമൂഹികമൊക്കെ ആയിട്ടുള്ള സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ്. ഇത് നടപ്പിലാക്കുന്നതെന്ന് വെച്ചാൽ സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയമാണ്. PM അജയുടെ പൂർണ്ണ രൂപമാണ് പ്രധാനമന്ത്രി അനുസൂചിത് ജാതി അഭ്യുദയ യോജന. പ്രധാനമന്ത്രി അനുസൂചിത് ജാതി അഭ്യുദയ യോജന. സ്ത്രീകൾക്ക് പ്രതിമാസം 3000 രൂപ ധനസഹായം നൽകുന്ന അന്നപൂർണ ഫഡാർ ക്ഷേമ പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം. സ്ത്രീകൾക്ക് പ്രതിമാസം 3000 രൂപ ധനസഹായം നൽകുന്ന അന്നപൂർണ ഫഡാർ ക്ഷേമ പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. അപ്പം എന്താണ് അന്നപൂർണ ഫഡാർ ക്ഷേമ പദ്ധതി എന്ന് പറയുന്നത്? ഇത് സ്ത്രീകൾക്ക് പ്രതിമാസം 3000 രൂപ നൽകുന്ന ഒരു പദ്ധതിയാണ്. ഇത് നടപ്പിലാക്കിയ സംസ്ഥാനം എവിടെയാണ്? പശ്ചിമ ബംഗാൾ. പ്രകൃതി ദുരന്തങ്ങൾ ഉൾപ്പെടെയുള്ള അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ പൊതുജനങ്ങൾക്ക് തൽക്ഷണം മുന്നറിയിപ്പ് നൽകുന്നതിനായി രാജ്യത്തുടനീളം ആരംഭിച്ച മൊബൈൽ അധിഷ്ഠിത ദുരന്ത ആശയവിനിമയ സംവിധാനം. പ്രകൃതി ദുരന്തങ്ങൾ ഉൾപ്പെടെയുള്ള അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ പൊതുജനങ്ങൾക്ക് തൽക്ഷണം മുന്നറിയിപ്പ് നൽകുന്നതിനായി രാജ്യത്തുടനീളം ആരംഭിച്ച മൊബൈൽ അധിഷ്ഠിത ദുരന്ത ആശയവിനിമയ സംവിധാനമാണ് സെൽ ബ്രോഡ്കാസ്റ്റ് അലേർട്ട് സിസ്റ്റം. അപ്പോൾ എന്താണ് സെൽ ബ്രോഡ്കാസ്റ്റ് അലേർട്ട് സിസ്റ്റം എന്ന് പറയുന്നത്? പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണം? പൊതുജനങ്ങൾക്ക് തൽക്ഷണം മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ രാജ്യത്തുടനീളം ആരംഭിച്ച ഒരു മൊബൈൽ അധിഷ്ഠിത ദുരന്ത
ആശയവിനിമയ സംവിധാനമാണ്. സുപ്രീം കോടതി, ഹൈക്കോടതികൾ, ജില്ലാ കോടതികൾ, താലൂക്ക് കോടതികൾ എന്നിവയിൽ നിന്നുള്ള ഡേറ്റ ഒരു ഏകീകൃത ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് സംയോജിപ്പിക്കാനായി രൂപകൽപ്പന ചെയ്ത ഡിജിറ്റൽ സംയോജന സംരംഭം. സുപ്രീം കോടതി, ഹൈക്കോടതികൾ, ജില്ലാ കോടതികൾ, താലൂക്ക് കോടതികൾ എന്നിവയിൽ നിന്നുള്ള ഡേറ്റ ഒരു ഏകീകൃത ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് സംയോജിപ്പിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത ഡിജിറ്റൽ സംയോജന സംരംഭമാണ് വൺ കേസ് വൺ ഡേറ്റ. ഇപ്പം എന്താണ് വൺ കേസ് വൺ ഡേറ്റ എന്ന് പറയുന്നത്? സുപ്രീം കോടതിയിൽ നിന്നും, ഹൈക്കോടതിയിൽ നിന്നും, ജില്ലാ കോടതിയിൽ നിന്നും, താലൂക്ക് കോടതിയിൽ നിന്നൊക്കെയുള്ള ഡേറ്റകൾ ഒരു ഏകീകൃത ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് സംയോജിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു സംരംഭമാണ്. വ്യാപാരികളെയും പൗരന്മാരെയും കോടതിയുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ സഹായിക്കുന്നതിന് സുപ്രീം കോടതി വെബ്സൈറ്റുമായി സംയോജിപ്പിച്ചിരിക്കുന്ന ഒരു AI അധിഷ്ഠിത ചാറ്റ് ബോട്ട്. വ്യാപാരികളുടെയും പൗരന്മാരെയും കോടതിയുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ സഹായിക്കുന്നതിന് സുപ്രീം കോടതി വെബ്സൈറ്റുമായി സംയോജിപ്പിച്ചിരിക്കുന്ന ഒരു AI അധിഷ്ഠിത ചാറ്റ് ബോട്ടാണ് സുസഹായ. അപ്പോൾ എന്താണ് സുസഹായ എന്ന് വെച്ചാൽ, നമ്മുടെ വ്യാപാരികളെയും പൗരന്മാരെയും ഒക്കെ ആണെങ്കിൽ കോടതിയുമായിട്ട് ബന്ധപ്പെട്ട സേവനങ്ങൾ എളുപ്പത്തിൽ ആക്സസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ആരംഭിച്ചിട്ടുള്ളതാണ്. മാതൃശിശു ആരോഗ്യ സംരക്ഷണത്തിനായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അടുത്തിടെ ആരംഭിച്ച പ്ലാറ്റ്ഫോം. മാതൃശിശു ആരോഗ്യ സംരക്ഷണത്തിനായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അടുത്തിടെ ആരംഭിച്ച പ്ലാറ്റ്ഫോമാണ് ജനനി. അപ്പം എന്താണ് ജനനി എന്ന് പറയുന്നത്? മാതൃശിശു ആരോഗ്യത്തിനൊക്കെ, അവരുടെയൊക്കെ ആരോഗ്യം സംരക്ഷണത്തിനൊക്കെ വേണ്ടിയിട്ട് ആരംഭിച്ചതാണ്. ഇത് നമ്മുടെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയമാണ് ആരംഭിച്ചത്. വ്യാജ നോട്ടീസുകൾ പരിശോധിക്കുന്നതിനും ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പുകൾ തടയുന്നതിനുമായി CBI ആവിഷ്കരിച്ച AI ഹെൽപ്പ് ബോട്ട്. വ്യാജ നോട്ടീസുകൾ പരിശോധിക്കുന്നതിനും ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പുകൾ തടയുന്നതിനുമായി CBI ആവിഷ്കരിച്ച AI ഹെൽപ്പ് ബോട്ടാണ് അഫൈ. ഇപ്പം എന്താണ് അഫൈ എന്ന് വെച്ചാൽ, വ്യാജ നോട്ടീസുകളും അതൊക്കെ പരിശോധിക്കുന്നതിനും ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പുകളൊക്കെ തടയുന്നതിനും വേണ്ടിയിട്ട് നമ്മുടെ CBI ആരംഭിച്ച ഒരു AI അധിഷ്ഠിത ഹെൽപ്പ് ബോട്ടാണ്. അഫയുടെ ഫുൾ ഫോമാണ് AI ബേസ്ഡ് ഹെൽപ്പ് ബോട്ട് ഫോർ ഒതൻറ്റിക്കേഷൻ ഓഫ് യുവർ നോട്ടീസ്. AI ബേസ്ഡ് ഹെൽപ്പ് ബോട്ട് ഫോർ ഒതൻറ്റിക്കേഷൻ ഓഫ് യുവർ നോട്ടീസ്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിൽ വിവിധ ആരോഗ്യ പദ്ധതികളെയും ഡിജിറ്റൽ ആപ്ലിക്കേഷനുകളെയും ഒറ്റ പ്ലാറ്റ്ഫോമിൽ സംയോജിപ്പിച്ചുകൊണ്ട് പുറത്തിറക്കിയ പുതിയ പോർട്ടൽ. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിൽ വിവിധ ആരോഗ്യ പദ്ധതികളെയും ഡിജിറ്റൽ ആപ്ലിക്കേഷനുകളെയും ഒറ്റ പ്ലാറ്റ്ഫോമിൽ സംയോജിച്ചുകൊണ്ട് പുറത്തിറക്കിയ പുതിയ പോർട്ടലാണ് സ്വസ്ഥ് ഭാരത് പോർട്ടൽ. അപ്പോൾ എന്താണ് സ്വസ്ഥ് ഭാരത് പോർട്ടൽ എന്ന് പറയുന്നത്? കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള ആരോഗ്യ പദ്ധതികളെയും ഡിജിറ്റൽ ആപ്ലിക്കേഷനെയൊക്കെ ഒരു പ്ലാറ്റ്ഫോമിൽ സംയോജിച്ചുകൊണ്ട് പുറത്തിറക്കിയ ഒരു പോർട്ടലാണ് സ്വസ്ഥ് ഭാരത് പോർട്ടൽ. ആയുഷ് മേഖലയിലെ ഡിജിറ്റൽ ഭരണം ശക്തിപ്പെടുത്തുന്നതിനും സുതാര്യത വർദ്ധിപ്പിക്കുന്നതിനുമായി കേന്ദ്ര ആയുഷ് മന്ത്രാലയം പുറത്തിറക്കിയ പുതിയ പോർട്ടൽ. ആയുഷ് മേഖലയിലെ ഡിജിറ്റൽ ഭരണം ശക്തിപ്പെടുത്തുന്നതിനും സുതാര്യത വർദ്ധിപ്പിക്കുന്നതിനുമായി കേന്ദ്ര ആയുഷ് മന്ത്രാലയം പുറത്തിറക്കിയ പുതിയ പോർട്ടലാണ് ആയുഷ് അനുദാൻ പോർട്ടൽ. അപ്പോൾ എന്താണ് ആയുഷ് അനുദാൻ പോർട്ടൽ എന്ന് പറയുന്നത്? ആയുഷ് മേഖലയിലെ ഡിജിറ്റൽ ഭരണമൊക്കെ ശക്തിപ്പെടുത്തുന്നതിനും അതിനൊക്കെ സുതാര്യത വർദ്ധിപ്പിക്കുന്നതിനുമായിട്ട് കേന്ദ്ര ആയുഷ് മന്ത്രാലയം പുറത്തിറക്കിയ ഒരു പുതിയ പോർട്ടലാണ്. 2013 ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം ഇന്ത്യയുടെ പൊതുവിതരണ സംവിധാനം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച AI അധിഷ്ഠിത സംവിധാനം. 2013 ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം ഇന്ത്യയുടെ പൊതുവിതരണ സംവിധാനം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച AI അധിഷ്ഠിത സംവിധാനമാണ് സർതാക് PDS. സർതാക് PDS ആണ് നമ്മുടെ 2013 ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം ഇന്ത്യയുടെ പൊതുവിതരണ സംവിധാനം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി നമ്മുടെ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച AI അധിഷ്ഠിത സംവിധാനം. സർതാക് PDSന്റെ പൂർണ്ണ രൂപം എന്താണെന്ന് നോക്കാം. സ്കീം ഫോർ അസിസ്റ്റൻസ് ഇൻ റേഷൻ ട്രാൻസ്പോർട്ട് ആൻഡ് ഹാൻഡിലിംഗ് ഇൻകം വിത്ത് ഓട്ടോമേഷൻ ഇൻ PDS. സ്കീം ഫോർ അസിസ്റ്റൻസ് ഇൻ റേഷൻ ട്രാൻസ്പോർട്ട് ആൻഡ് ഹാൻഡ്ലിംഗ് ഇൻകം വിത്ത് ഓട്ടോമേഷൻ ഇൻ PDS.
സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയ്ക്കായി അടുത്തിടെ നിക്ഷേപൻ ദൗത്യസേന ആരംഭിച്ച സംസ്ഥാനം. സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയ്ക്കായി അടുത്തിടെ നിക്ഷേപൻ ദൗത്യസേന ആരംഭിച്ച സംസ്ഥാനമാണ് തമിഴ്നാട്. അപ്പം സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട് തമിഴ്നാട് ആരംഭിച്ച പുതിയ പദ്ധതിയാണ് നിക്ഷേപൻ ദൗത്യസേന. 2026 ജൂൺ 16 മുതൽ 2 ഘട്ടങ്ങളിലായി ആരംഭിക്കുന്ന ജനസംഖ്യാ കണക്കെടുപ്പിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വയം വിവരങ്ങൾ ഓൺലൈനായി നൽകാൻ കഴിയുന്ന ആദ്യഘട്ട പ്രക്രിയ അറിയപ്പെടുന്നത്. 2026 ജൂൺ 16 മുതൽ 2 ഘട്ടങ്ങളിലായി ആരംഭിക്കുന്ന ജനസംഖ്യാ കണക്കെടുപ്പിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വയം വിവരങ്ങൾ ഓൺലൈനായി നൽകാൻ കഴിയുന്ന ആദ്യഘട്ട പ്രക്രിയ അറിയപ്പെടുന്നത് സെൽഫ് എന്യൂമറേഷൻ. അപ്പോൾ എന്താണ് സെൽഫ് എന്യൂമറേഷൻ എന്ന് പറയുന്നത്? നമ്മുടെ 2026 ജൂൺ 16 മുതൽ 2 ഘട്ടങ്ങളിലായിട്ട് ആരംഭിക്കുന്ന ജനസംഖ്യാ കണക്കെടുപ്പിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വയം വിവരങ്ങൾ ഓൺലൈനായി നൽകാൻ കഴിയുന്ന ആദ്യഘട്ട പ്രക്രിയയാണ് സെൽഫ് എന്യൂമറേഷൻ. ഹോർമൂസ് കടലിടുക്കിൽ കുടുങ്ങിക്കിടക്കുന്ന വാണിജ്യ കപ്പലുകൾക്ക് സുരക്ഷിതമായ യാത്ര ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ അമേരിക്ക ആരംഭിച്ച നാവിക ദൗത്യം. ഹോർമൂസ് കടലിടുക്കുകളിൽ കുടുങ്ങിക്കിടക്കുന്ന വാണിജ്യ കപ്പലുകൾക്ക് സുരക്ഷിതമായ യാത്ര ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ അമേരിക്ക ആരംഭിച്ച നാവിക ദൗത്യമാണ് പ്രൊജക്ട് ഫ്രീഡം. അപ്പോൾ എന്താണ് പ്രൊജക്ട് ഫ്രീഡം എന്ന് വെച്ചാൽ നമ്മുടെ ഹോർമൂസ് കടലിടുക്കിൽ കുടുങ്ങിക്കിടക്കുന്ന വാണിജ്യ കപ്പലുകൾക്ക് സുരക്ഷിതമായിട്ടുള്ള യാത്ര ഒരുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി അമേരിക്ക ആരംഭിച്ച ഒരു നാവിക ദൗത്യമാണ് പ്രൊജക്ട് ഫ്രീഡം. മികച്ചതും ആവർത്തിക്കാവുന്നതുമായ രീതികളെക്കുറിച്ച് 10ാമത് ദേശീയ ഉച്ചകോടിയായ ഗുഡ് ആൻഡ് റിപ്ലിക്കബിൾ പ്രാക്ടീസിൽ അവതരിപ്പിച്ച സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ പദ്ധതി. മികച്ചതും ആവർത്തിക്കാവുന്നതുമായ രീതികളെക്കുറിച്ചുള്ള 10ാമത് ദേശീയ ഉച്ചകോടിയായ ഗുഡ് ആൻഡ് റിപ്ലിക്കബിൾ പ്രാക്ടീസിൽ അവതരിപ്പിച്ച സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ പദ്ധതിയാണ് അമരം. എന്താണ് അമരത്തിന്റെ ഫുൾ ഫോം എന്ന് വെച്ചാൽ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് അവയർനെസ് ആൻഡ് മിറ്റിഗേഷൻ പ്രോഗ്രാം. ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് അവയർനെസ് ആൻഡ് മിറ്റിഗേഷൻ പ്രോഗ്രാം. ഇതിന്റെ വേദി എവിടെയായിരുന്നു എന്ന് വെച്ചാൽ ന്യൂഡൽഹി. ഇനിയും കുറേയധികം പദ്ധതികളൊക്കെ നടപ്പിലാക്കിയിട്ടുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേയാണ് ഇപ്പം ടോപ്പിക്കിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. സോ നെക്സ്റ്റ് ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം.